അളയെ കാണുന്നില്ല, മാഞ്ഞു പോകുന്നു. അളയെ നിന്നെ കാണാൻ വേണ്ടി ഈ ലോകത്തുള്ള പെമ്പിള്ളേരെല്ലാം ഇതിനെ തിരിക്കുവാണല്ലോ. എനിക്കാന്നുണ്ടെങ്കിൽ ഇന്നലെ പാട്ടുകാരൻ വന്നിട്ട് പറഞ്ഞത് MB മ്യൂസിക് പൊട്ടറ്റോ ആനിമി നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ വരുമെന്ന്. ഞാൻ അവിടെ 1/2 മണിക്കൂർ കൊണ്ട് കയറിയിരിക്കും, ഒരുത്തി വന്നില്ല. 7 മണിക്ക് ശേഷം വരുള്ളൂ. 7 മണിക്ക് ശേഷം വരത്തുള്ളൂ. ഇപ്പൊ എത്ര മണിയായി? 7 മണി കഴിഞ്ഞില്ലോളിയാ. അതല്ല, തെറി വിളിക്കരുത്. ലൈവില് പെമ്പിള്ളേരുണ്ട്. അത് എന്താ സംഭവം വെച്ചാല്, ഞാൻ കേറുമ്പോഴാണ് അവരും കേറുന്നത്, ഒരുമിച്ച് കയറാ. സോ ഞാനിപ്പോ കേറിയിട്ടുള്ളൂ. ഫസ്റ്റ് കിട്ടിയത് നിന്നെ. അല്ലെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എങ്ങനെ ഇത്ര എണ്ണത്തിന് സെറ്റ് ചെയ്തേ? എല്ലാവർക്കും എന്നെ മതി. ഇത്ര പെമ്പിള്ളാരെ. എടാ, ഞാൻ ആരെയും സെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അവരോട് സംസാരിക്കുന്നുള്ളൂ. ഇത് ഞാൻ സംസാരിക്കുമ്പോ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നേ? ഞാനൊക്കെ വിടുന്ന കഴിഞ്ഞാൽ എന്റെ മുഖം കാണുമ്പോഴേ തൂറി തുപ്പി എറിഞ്ഞിട്ടാ ഓടുന്നേ. സായിപ്പോപ്പിടെ ആരെങ്കിലും അല്ലല്ലയാ. പാട്ടുകാരൻ വന്നു കേട്ടോ ഇവിടെ. ചുമ്മാ പറഞ്ഞ കേട്ടാ. നീ ലൈവാണോ? ചെറുതായിട്ട്. അത് ശരി. എന്താണ് ചാനൽ നെയിം? ചാനൽ നെയിം ചിമ്പു ഈസ് ലൈവ്. പാട്ടോടും? ഞാനോ? ഇല്ല പാടത്തില്ല. നമുക്ക് എന്നോട് കഴിവൊന്നുമില്ലേ? എന്ത് ഓരോ ദിവസം ഓരോ സാധനമായിട്ടാണ് വരുന്നത്. നിഞ്ച ചിമ്പൂസ് ലൈവാ. എന്താ പറഞ്ഞേ? ചിമ്പു ഈസ് ലൈവ് നടിച്ചു കഴിഞ്ഞാൽ ചിമ്പു അല്ല, ചിമ്പു CHIMBU. ചിമ്പു ഈസ് ലൈവ്. എത്ര പെമ്പിള്ളാരറിയാം. ഞാൻ RP കളിക്കുന്നുണ്ട്. അളയെ ഒരു പെങ്കൊച്ചാന്നുണ്ടെ പൊട്ടറ്റോന്ന് മാത്രം ഇട്ടിട്ട് നടക്കുന്നത്. ഇന്നലെ ഉണ്ടല്ലോ എന്തായിരുന്നു? ടാഗ് പൊട്ടറ്റോന്ന് മാത്രം ഇട്ടിട്ട് കേട്ടാ. ഞാൻ ഒരു ഹായ് പറഞ്ഞപ്പോഴേ അവള് തുപ്പിട്ടങ്ങ് പോയി. നശിച്ചവള് മുടിയാല. അളയെ എനിക്കറിയത്തില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയത്ത അളയാ. എങ്ങനെ അളയാ ഇത്രയും പെണ്ണുങ്ങൾ ഇങ്ങനെ വരുന്ന അളയാ? അത് അവരോട് ചോദിക്കണോടാ, ഞാൻ എന്താ പറയാ. ഐ ആം നോട്ട് ഷുവർ. ഞാൻ കണ്ടന്റ് ചെയ്യുന്നു, അവര് വരുന്നോടാ. ഐ കാൻ ഡു എനിത്തിങ്, റൈറ്റ്? ഓ, അപ്പൊ 2 ഇംഗ്ലീഷ് പഠിച്ചാ മതി. ഹായ് ഗൈസ്, ഗേൾസ്, ഐ ആം വെരി ഗുഡ്, കം. അല്ല, ഇംഗ്ലീഷ് പറഞ്ഞ ഞാൻ. പൊട്ടറ്റോന്റെ സ്വന്തം കഴിവുകളെന്ന്. ഒരു പാട്ട് പാടാ. നീ പാട്ട് പാടാൻ വന്നിരുന്നല്ലോ. ഞാൻ പാട്ടൊന്നും പാടത്തില്ല. എനിക്ക് എടാ, ഞാൻ പാട്ട് പാടിയിട്ടൊന്നല്ല, എന്നെ കൊണ്ട് ഇവിടെ ഇരുന്ന് പാട്ട് പാടിപ്പിക്കുന്ന പരിപാടി. പാട്ട് പാടിയപ്പോ പിള്ളേര് വരും. കമ്മ പാട്ട് പാടിയല്ലോ. ഞാൻ പാട്ടൊക്കെ പാടി കഴിഞ്ഞാൽ പെമ്പിള്ളാര് വരത്തില്ല, പോവും. അങ്ങനെ പറയരുത്. എനിക്ക് അങ്ങനെയുള്ള കഴിവൊന്നും ഇല്ലല്ലേ. പക്ഷെ ഇഷ്ടം പോലെ പെമ്പിള. എനിക്കറിയത്തില്ല ഇത്ര സമയം കൊണ്ട് ഒറ്റയടിക്ക് MB പൊട്ടറ്റോ ആനിമി ഇങ്ങനെയൊക്കെ ഇട്ടാ എങ്ങനെ ഈ പെമ്പിള്ളാരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നതാണ് എനിക്കറിയാത്ത. എങ്ങനെ സെറ്റ് ചെയ്തളിയാ? ഒരു കഴിവുള്ളവരാ. എടാ, ഞാൻ പൊട്ടറ്റോ അല്ലേ, മനുഷ്യനല്ലല്ലോ, അതുകൊണ്ടിരിക്കും ചിലപ്പോ. സത്യല്ലേ? മനുഷ്യന്മാരെ ചിലപ്പോ ഈ വില കിട്ടൂല, പോക്കണം പറയും. ഒരുത്തം വന്നേക്കുന്നത് പൊട്ടറ്റോ MP എന്നൊക്കെ ഇട്ടുണ്ടോ. പൊട്ടറ്റോയ്ക്ക് പകരം ക്യാരറ്റ്. ഞാൻ പൊട്ടറ്റോ ആണോ? അല്ല, ക്യാരറ്റ് ആണ്. ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമാണ്. എടാ, നിനക്ക് അതേ എനർജി ഉണ്ടല്ലോ, സായിപ്പിന്റെ അതേ എനർജി ഉണ്ടല്ലോ സംസാരം. ഞാൻ ഫുൾ ടൈം ഹൈപ്പർ ആണല്ലോ. കുറച്ച് ഹൈപ്പർ, നമ്മൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഇത് എനിക്ക് കിട്ടിയത് നീ എന്ത് നന്നായിരുന്നു അറിയോ? ഈ സാധനം എനിക്കുണ്ടായിട്ടൊരു പെണ്ണ് പോയിട്ട് ആരും വരുന്നില്ല എനിക്ക്. അപ്പളാ ലൈവ് മൊത്തം സെൻസർ ചെയ്യേണ്ടി വരുമല്ലോ നിന്നായിട്ട് സംസാരിച്ചു. കുഴപ്പമില്ല, എന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതെ, ഞാൻ ഉണ്ടല്ലോ പുറകിലത്തെ ഒരു നീല ലൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര സെറ്റപ്പില്ല. ഒരു നീല ലൈറ്റ് ഒക്കെ ഉണ്ട് 150 രൂപയുടെ. അത് ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ നീലക്കറി മയങ്ങും. ഈ നീല ലൈറ്റും എല്ലാം ഓഫാക്കി ഇപ്പുറത്തിരിക്കേണ്ട ക്യാമറ ഞാൻ ഇങ്ങനെ കശത്തി ഏറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പെൺപിള്ളേർ അങ്ങനെങ്കിലും സ്കിപ്പ്
ഈ ഈ സാമാനം മാറ്റിയിട്ട് ഇതെടുത്ത് വെച്ചതല്ല പെൺപിള്ളേർ സ്കിപ്പ് അടിക്കാതിരിക്കാനെ. എന്നിട്ട് ഇവളുമാര് വന്ന് ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, ഇങ്ങനെ അതല്ല സ്ട്രീമറാന്നല്ല, ഇങ്ങനെ വന്നിട്ട് എന്റെ മുഖം കാണുമല്ലോ, എന്റെ ഫേസ് കാണുമ്പോളേ സ്കിപ്പ് അടിച്ചിട്ട് ഇതാ പ്രശ്നം. നീയൊക്കെ മുടിയാനാണോ പെൺപിള്ളാരൊന്നും എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് ഗേൾസ്. അളിയ ആരോടും പറയല കേട്ടോ, ഇന്നലെ ഞാൻ 2-3 പേർക്ക് ബാൻ കൊടുത്തു. ഒരു കാര്യമില്ലാണോ ഇത്? 2-3 എണ്ണത്തിനെ ഞാൻ കൊടുത്തു കിണ്ടി. എന്തിന്? ചുമ്മാ ഒരു രസം. ഞാനാണെങ്കിൽ സംസാരിച്ച് കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് കിണ്ടി. ഞാൻ പറഞ്ഞു ചാറ്റ് F13 അടിക്കാൻ. പോയി അപ്പൊ തന്നെ പോയി. ഒരു കൊച്ചി ഇറക്കാണല്ലോ, ഒരു കൊച്ചി ഇറക്കാനകത്ത് കയറിയിരിക്കുക. ഒരു ഫോണും മറ്റേ ഒരു ഫോണൊക്കെ വെച്ചൊരു മറ്റേ സാംസങ്ങിന്റെ പണ്ടത്തെ കീപാഡ് ഫോണിന്റെ കൂടെ ഫ്രീ കിട്ടുന്ന മറ്റേ ഹെഡ്സെറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് സൂപ്പർ ചാറ്റ്, 100 rupees സൂപ്പർ ചാറ്റ്. ഇതിന്റെ ഉള്ളിൽ ബ്രോ സ്ട്രീമർ ആണോ? അതെ ബ്രോ ഏത് ഗെയിമാ കളിക്കുന്നത്? ഞാൻ പബ്ജി. ഓക്കെ. വെറും വെണ്ടച്ചിറക്കൻ. ഞാൻ പറഞ്ഞു അല്ലേ മോനെ, ഞാൻ ഒരു കാര്യം സ്ട്രീം ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. സ്ട്രീം ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തെ പറ ബ്രോ അളിയ ചാറ്റിൽ F13 അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നാവും. ഞാൻ സ്കിപ്പ് അടിച്ചാലും ഞാൻ പോത്തില്ല, ഞാൻ തന്നെ നിനക്ക് വരുമെന്ന്. ഏതെങ്കിലും പെൺപിള്ളേർ വന്ന് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ കേട്ടവാടെ കേൾക്കാട്ട ചാറ്റെടുത്ത് F13 കടിച്ച് അപ്പളെ വിട്ടവൻ. പറഞ്ഞ വിട്ടവനെ ഞാൻ. അവൻ ഇനി മേലാ കേറില്ല ഫ്രീമറാന്ന് പറഞ്ഞിട്ട്. ഇത്ര ഉണ്ട് അവൻ നരന്ത്. 7-7 ക്ലാസ്സിലാണ് പഠിക്കുവാന്. നോക്ക് നിന്റെ എനർജി കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതെനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര പ്രശ്നമാണ്. എന്നാലും എന്തോ എനർജിയായി എനിക്ക്. ഇത്ര ഉണ്ട്. ഞാൻ ഇവിടെ എണ്ണിച്ച് ഡാൻസ് കളിച്ചപ്പോൾ ഒരു പെണ്ണ് പോലും ഇതിനകത്ത് വരത്തില്ല. അതിന്റെ റിവേഴ്സ് ട്രൈ ചെയ്തു ഇങ്ങനെ കൂളായിട്ട് ഹായ് അളെ. ഞാൻ എന്താണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാലും ഒരു പെങ്കൊച്ചു വരുന്ന സമയത്ത് ഞാൻ ഹായ് ഹലോ, ഞാൻ നോർമലായിട്ട് ഹായ് ഇങ്ങനെ പറഞ്ഞാലും ഇവളമാരെന്റെ മോന്ത കാണുമ്പോഴേ തൂറിയിട്ടാ പോന്നെ. എനിക്ക് ഞാൻ എന്തോ ചെയ്യാനാ ഞാൻ? നിങ്ങൾ പറ. എല്ലാരും ഉണ്ടല്ലേ എനിക്ക്. ഞാൻ ഒരു ക്രോസ് ആണാ പറയുന്നത്, ഈഗിളിന്റെ സാഹിബിന്റെ. അയ്യോ നമ്മള് ശ്രീവർ മാത്രല്ല, നമ്മള് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ എവിടെ കണ്ടിട്ടില്ലല്ലേ? ഞാൻ ഇൻസ്റ്റ ആക്ച്വലി പോസ്റ്റ് ചെയ്യാനല്ലാണ്ട് അധികം യൂസ് ചെയ്യാറില്ലടാ. അപ്പൊ അന്നെങ്ങാണ്ട് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഇൻസ്റ്റയിലും കണ്ട് എന്താണ്ട് എവിടെ കണ്ടപ്പൊക്കെ. അന്ന് നമ്മൾ കണ്ടില്ലായിരുന്നോ? ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഏതോ കൊറേ അവന്മാരുണ്ട്. നിക്കേ കണ്ട് ഈ സാധനം ഇൻസ്റ്റയിൽ അടിച്ചു കൊടുത്തേ. ഈ സാധനം ഇൻസ്റ്റ എടുത്ത് അടിച്ചു കൊടുത്തു. ഇൻസ്റ്റ ചാറ്റ് എന്റെ പിന്നെ എനിക്ക് കുറച്ച് എനിക്ക് നല്ല കുറച്ച് ഒരു ഇത് കിട്ടിയിട്ടുണ്ടല്ലേ. എന്തോ അറിയാവോ, എന്റെ കൂട്ട് തന്തയില്ലാത്തവന്മാരാ എന്റെ ചാറ്റിലുള്ളവന്മാര്. ഞങ്ങൾ ഭയങ്കര മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ആയിട്ട് പോകുന്നവരാ. ഒരുത്തർ ചാറ്റി പറയാം, അപ്പൊ നീയും പോയി തൂറി കൊടുക്കാന്. ചില്ലറ പ്രശ്നമാണ് അതൊക്കെ. പാടാ പാട്ടുകാരൻ പാവത്തിനെ പേടിപ്പിക്കില്ലെന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയാ. അതല്ലേ പറഞ്ഞ അന്നെങ്ങാണ്ട് വന്ന. അപ്പൊ അന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു തോന്നുന്നു. അന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഞാൻ നിന്റെ പ്രൊഫൈൽ ഇപ്പഴാ കാണുന്നത്. ഇൻസ്റ്റയില് കണ്ടിട്ടുണ്ട്, ഇപ്പൊ സെർച്ച് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നണേ ഞാൻ ആർക്കും വേണ്ടി കേറാത്തോണ്ട് ഞാൻ ചുമ്മാ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ മറ്റേ കണ്ടംമൂഞ്ചിയായിട്ട് കേറുന്നുണ്ടാന്ന് തോന്നുന്നു. എല്ലാരും യൂട്യൂബ് ഈ പോകുന്ന എല്ലാവരും ആൾക്കാർ തപ്പി നടക്കുന്ന എല്ലാവരും ആരൊക്കെയാ? കണ്ണൻ പാട്ട് ഞാൻ എന്ന് ലൈവ് ഇട്ട് ഞാൻ എന്ന് ഒമേഗിൽ കയറിയാലും ഒരു 10 വട്ടം പാട്ടുകാരനെ കിട്ടും. 10 വട്ടം പാട്ടും പാടും. എന്നിട്ടേ പോത്തുള്ളൂ. അവനെ കണ്ണിടിച്ചാൻ പൊട്ടിക്കും. എന്നിട്ടേ അവൻ പോത്തുള്ളൂ. പാട്ടുകാരൻ കണ്ണൻ, പിന്നെ ആരാ മറ്റേ റുക്സാനി, കക്സാനി, എല്ലാരും ഉണ്ട്. എല്ലാരും എനിക്ക്. സ്ഥലം എവിടെയാണ്? ഞാൻ പത്തനംതിട്ട. അത്ര ഉള്ളേ. എന്നാലും കൊള്ളടാ ചിമ്പോ, നീ പൊളിയാടാ. അത്ര
അത്ര ഉള്ളേ അത്ര ഉള്ളു. നമ്മൾ ഭയങ്കര പ്രശ്നമാണ് പണ്ട് തൊട്ടേ. പ്രശ്നമല്ല, നീ സൂപ്പറാടാ, അത്ര ഉള്ളേ. സെറ്റാണ്. നാളെ ഞാൻ നിന്നെ ഇൻസ്റ്റയിൽ ഇടാം. എന്നെ ഒന്നാമത് ഈ പാട്ടുകാരൻ 3 വട്ടം വെട്ടിയിട്ട് അവന് 1 മില്യൺ 1 മില്യൺ കണ്ടവനെ എന്നെ വെട്ടി കുടിഞ്ഞവൻ എന്റെ കുടുംബം വരെ ഇനിയും വെട്ടുവാൻ. എല്ലാരും വെട്ടുവാനെ. അയ്യോ, ആ പാട്ടുകാരനും മറ്റേ വീഡിയോയില് മറ്റേ ഹെഡ്ഫോൺ എടുത്ത് ഊരി മറ്റേ സംസാരിക്കുന്നുണ്ടല്ലേ? അത് ഞാൻ കുറച്ച് ഹൈപ്പർ ആയിപ്പോയി. എന്തിനു എന്റെ പാട്ട് കേട്ട് ഞാനങ്ങ് മെൽറ്റ് ആയിപ്പോയി. ഒരു വട്ടം കസേര ഓടിച്ചെന്റെ വേറെ അയ്യോ ആ കസേര ഞാനങ്ങ് എടുത്തങ്ങ് ഹാളിൽ കൊണ്ടുവച്ചറിയ, അല്ലെ കാണിക്കായിരുന്നു കേട്ടോ. ഒരു സ്വാമി ഉണ്ട്, സ്വാമി. പുള്ളിക്കാരൻ വന്നിട്ട് 2 മറ്റേ ചീവീടും പറയൊക്കെ അലക്കുന്ന സൗണ്ട് കേൾപ്പിച്ചെന്നെ. ഞാൻ വിറച്ചു പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ട് എനിക്കുള്ള കുളിരെല്ലാം കൂടെ വന്നിട്ട് ഞാൻ എന്റെ ഒരു കസേര ഒട്ടിച്ച് തൂങ്ങി അടിച്ചങ്ങ് വീണു. പുറമെല്ലാം കീറി എന്റെ ലൈവില് തന്നെ. പ്രശ്നമായത്. പക്ഷെ എനിക്കറിയില്ല, നാളെ ഞാൻ നാളെ മറ്റേ ടൊമാറ്റോ ആയിട്ട് വരാം, പൊട്ടറ്റോയ്ക്ക് വരാം. ടൊമാറ്റോ ആയിട്ട് വന്നിട്ട് നമ്മുടെ വെജിറ്റബിൾ സാമ്പാർ ഉണ്ടാക്കാം ലാസ്റ്റ്. സത്യത്തിൽ ഇത് എങ്ങനെയാണ് ഇത് ഇത്രയും പെമ്പിള്ളാർ എനിക്കറിയത്തില്ലത്. അല്ലെ ഇങ്ങനെ പെമ്പിള്ളാർ ഹറാം. പാട്ടുകാരന് പോലും ഇത്ര ഇത്. പാട്ടുകാരൻ വേണം എന്നെ വെട്ടിയിരിക്കുന്നതാണ്. അവിടെ രണ്ടിടത്തുണ്ട് ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. അയ്യോ, നമ്മളെ പയ്യനാ. താങ്ക് യുടാ, കൊറേ ചിരിപ്പിച്ചു. അത്ര ഉള്ളേ നമ്മളെ 2 വട്ടം സീനാ. 2 ദിവസത്തേക്കുള്ള കണ്ടന്റ് ആയിരുന്നു. അളിയ എന്നെ മൂഞ്ചിക്കല്ലേ അളിയ, ഞാൻ മൂഞ്ചോളിയാ. ഒന്നാമത് മറ്റേ ആൾക്കാരല്ല എന്നെ മറ്റേ തന്തക്കാ വിളിക്കുന്നേ, ഇനി തള്ളക്കും കൂടെ വിളിക്കേപ്പിക്കല്ലേ അളിയ. ഏയ് നമ്മുടെ അങ്ങനെ ഇല്ലടാ. അത്രേ ഉള്ളു കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. സൂപ്പർ അല്ലേ നീ സൂപ്പറാടാ. അത്രേ ഉള്ളു. ഞാൻ പോയിട്ട് വരാം. പോയിട്ടോ. അയ്യോ ഇഷ്ടംപോലെ പെമ്പിള്ളാർ ഇങ്ങനെ ഇരിക്കുക പൊട്ടറ്റോ കാണാന്. സത്യമായിട്ടും ശരി എന്നാ പോട്ടെ.